ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. തംബ്ലൈനിൽ കണ്ട പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ അഥവാ 10 വർഷം കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ ഫോട്ടോസ് വീഡിയോസ് കേട്ടോ. ഫസ്റ്റ് കണ്ടതിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ റോസ് എൻ്റെ മുത്തമ്മാൻ്റെ മകളുടെ കല്യാണത്തിനിട്ട ഫോട്ടോസ് കേട്ടോ. പിന്നെ ഈ ഒരു ഫോട്ടോ കല്യാണത്തിൻ്റെ തലേന്ന് എടുത്ത്, കല്യാണത്തിൻ്റെ അന്നത്തെ സാരി ഉണ്ട്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് സാരി എടുത്ത് നോക്കിയത് കേട്ടോ, എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് കല്യാണത്തിന് മുന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇല്ല. ആൽബത്തിലുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഫാമിലി ആയിട്ടുള്ള ആൽബത്തിൽ, അതൊക്കെ കേടുന്നു. പിന്നെ ഇത് നിക്കാഹിൻ്റെ ഫോട്ടോ കേട്ടോ. ഈ കാണുന്നത് ചെറിയൊരു കോളത്തിൽ കാണുന്നത് നിക്കാഹിൻ്റെയാണ്. നിക്കാഹ് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണം ഉണ്ടായിക്കണത്. റമളാൻ മാസത്തിലാണ് സത്യം പറഞ്ഞാൽ നിക്കാഹ് ഉണ്ടായിക്കണത്. അപ്പോൾ ഇതാട്ടോ എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ അടുത്തുള്ളത് എൻ്റെ അമ്മ അനിയത്തിയൊക്കെയാണ്. അനിയത്തിക്ക് അന്ന് 1.5 വയസ്സാണ്. നിക്കാഹിൻ്റെ സമയത്ത് അന്ന് എൻ്റെ അപ്പ നാട്ടിലില്ല കേട്ടോ, ഇപ്പം അന്ന് ദുബായിലാണ്. പിന്നെ ഞങ്ങളെ ഫാമിലി ഫോട്ടോ ആണിത്. അനിയന്മാരും അനിയത്തി, ഉമ്മ, പൻ്റെ ഒരു കുറവും കൂടി ഉണ്ട്. അന്നൊക്കെ അനിയന്മാർ എത്ര ഉള്ളൂ എന്നറിയോ? സാലിനെ 10ലാണോ പഠിക്കണത് എന്നുള്ളത് ചെറിയൊരു ഡൗട്ടാട്ടോ എനിക്ക്. 10ലാണോ 9ലോ 10ലോ അത്ര ഉള്ളൂന്. ഇപ്പൊക്കെ എത്രയും മാറ്റം വന്നറിയോ? നല്ല മാറ്റം. കാരണം 10 വർഷം അതൊരു വലിയ മാറ്റം തന്നെയാണ്. പിന്നെ ഇതേപോലെ അധികം ഞങ്ങളെ ഫാമിലിൻ്റെ ഫോട്ടോസ് എൻ്റെ അടുത്ത് മാത്രം ഇട്ടുണ്ടാവുക. പിന്നെ ഇവരെ ചെറുപ്പത്തിലാണെങ്കിലും ആൽബത്തിലുണ്ടായിരുന്നു, പക്ഷേ ആൽബത്തിൻ്റെ ഫോട്ടോസിൻ്റെയൊക്കെ. പിന്നെ അത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ എടുത്ത ഫോട്ടോസും കാര്യങ്ങളും കേട്ടോ. പിന്നെ അന്നെടുത്ത സാരി തന്നെയാണ് ഞാൻ. അതിപ്പോൾ അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് കുത്തിക്കുക കേട്ടോ, വേറെ ഷാളും കാര്യങ്ങളൊന്നുമില്ല. കല്യാണത്തിൻ്റെ രാവിലെ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ആൽബത്തിൽ പോയി കഴിഞ്ഞാലും ഫോണിലിരുന്നോട്ടെ, അല്ലെങ്കിൽ ഫോണിൽ ഇല്ലാത്തത് ആൽബത്തിലുണ്ടാവും എന്നുള്ളൊരിതുകൊണ്ട് ഞാനങ്ങനെ എഡിറ്റ് ചെയ്താട്ടോ അത്. അങ്ങനെ എൻ്റെ വീട്ടിലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിന്നെ ഒരുവിധം കഴിഞ്ഞതുപോലെ കൊടുന്ന ഡ്രസ്സാട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഡ്രസ്സ്. പിന്നെ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളും ഈസും ഉണ്ടായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാനും ഈസും ഈ ഒരു ഫോട്ടോ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഏതിനും പിന്നെ ഞാൻ ഫോട്ടോസ് എടുത്തേക്കൂട്ടോ. പിന്നെ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. വേറെ പ്രത്യേകിച്ചൊരു പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഫോട്ടോസ് എടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, മിന്നു അന്ന് ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈസുവിൻ്റെ കൂട്ട് പറഞ്ഞാൽ മിന്നുവിൻ്റെ ഒപ്പമായിരുന്നു. ഓളെ പോലെ ഡ്രസ്സ് ഇടുക, ഓളെ പോലെ കളിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ. ഇത് ഞങ്ങൾ എടുത്ത വീട്ടിൽ നിന്ന് പിന്നെ എന്തൊരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് എടുത്തതാണ്. പിന്നെ ഇത് ഏതൊരു പെരുന്നാൾക്ക് മാറ്റിയിട്ട് ഈസുവിനെടുത്താണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ അവിടെ ഊഞ്ഞാൽ കിട്ടിയ സമയത്ത് വെറുതെ ഇരുന്നാടിയത് കേട്ടോ. ഇതൊക്കെ അങ്ങനെ തന്നെ. ഈസോന് പേടിയാണ് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എവിടേക്കോ പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഈസോ താക്കോലൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. എപ്പോഴും എടുക്കലും പോകുമ്പോൾ താക്കോലും എൻ്റെ കയ്യിലാക്കരം. പിന്നെ ഇത് ഓൻ്റെ ബർത്ത്ഡേക്ക് എടുത്തൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ആ ഒരു വീഡിയോ ആണത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വെറുതെ ജസ്റ്റ് എടുത്താൽ കേട്ടോ. ഹസന പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇരിക്കുമ്പോഴുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ ഞാനും ഈസും മിന്നും പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഈസോനെ പഠിപ്പിച്ചു കൊടുക്കണ സമയത്തത്, ഓന് LKG UKG ആ സമയത്തൊക്കെ. പിന്നെ ഇതൊരു ഏകദേശം ഒരു 8 മാസമൊക്കെ ആയ സമയത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്താണ്. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ഈസോന് സർപ്രൈസായിട്ടൊരു സൈക്കിൾ, ഇപ്പോൾ ഉള്ള സൈക്കിളും ഇതന്നെ കേട്ടോ. ഈ സൈക്കിളാണ് ഓനിക്കന്ന് മേടിച്ചു കൊടുത്തത്. പിന്നെ ഇത് ഈസോൻ്റെ സ്കൂളിൽ മദേഴ്സ് ഡേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 8 മാസമൊക്കെ തന്നെയാണ്, ഞാനും പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഓന് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ണുകുത്തിയിട്ട് പേരൻസിനെ കണ്ടുപിടിച്ചിൻ്റെ ഒരു ഗെയിമാട്ടോ. അതിൽ ഈസോന് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇതൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ പോകണ സമയത്ത് എടുക്കണ ഓരോ വീഡിയോസ് കേട്ടോ.
പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോണ സമയത്ത്. ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് സമയമായപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ അങ്ങനെ ഹെസമോളിൽ വന്നിട്ടുള്ള വീഡിയോ ഇട്ടത്. അങ്ങനെ 6 വർഷത്തിന് ശേഷം കാത്തിരുന്നിട്ട് ഒരു പെൺകുട്ടി അൽഹംദുലില്ലാ. ഈ ഒരു സമയത്ത് എനിക്ക് അത്രയും സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല. ഞാനന്ന് പിന്നെ റൂമിൽ നിന്ന് വരുന്നതിൻ്റെ സമയത്ത് കുട്ടീനെ പോലെ കയ്യിൽ കൊടുത്തപ്പോൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടത്. പിന്നെ ഈ ഒരു വീഡിയോ പിന്നെ ഇസുവിൻ്റെ ആനുവൽ ഡേൻ്റെ പരിപാടിക്കാട്ടോ. ഹെസനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ എന്നിട്ട് കാണാൻ പോയി കുട്ടീനെയും കണ്ട്. കാരണം മോന് ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നു ഓൻ്റെത്. പിന്നെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ സമയം ഒരു 12-1 മണിയൊക്കെ ആയ സമയത്ത് എനിക്കും ഹെസമോൾക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവളോട് സംസാരിച്ചിരിക്കണ വീഡിയോ ഇട്ടത്. പിന്നെ അപ്പോൾ ഏതായാലും ഉറക്കവും കാര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് ഞാൻ ഫോട്ടോ എടുക്കും, ഉള്ള കാര്യങ്ങളും ഇരുന്ന് അങ്ങനെ കാണും. പിന്നെ ഈ ഒരു വീഡിയോ ഇസു നബിദിനത്തിന് ഓൻ്റെ പാട്ട് പാടുന്നതാട്ടോ. അതേപോലെ തന്നെ 1ാം ക്ലാസ്സിലാണ് ഈ ഒരു സമയത്ത് ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിൻ്റെയാണ് ഈ ഒരു വീഡിയോ. പിന്നെ അങ്ങനെ ഏകദേശം ഹെസമോൾക്ക് 1 വയസ്സായി ആ ഒരു വീഡിയോ ഇട്ടത്. ഓൾ നടക്കണ സമയത്ത് അതിനെടുത്തൊരു വീഡിയോ ആണിത് ഹെസമോളുടെ. പിന്നെ ഇത് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഇവർ രണ്ടാളിരുന്ന് ഇങ്ങനെ ഈ സോൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഷോർട്ട് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല വീഡിയോ തന്നെ എനിക്ക് കിട്ടിട്ടോ. ഈ ഒരു ഫോട്ടോ ഇതേപോലെ തന്നെ ഞാൻ വെറുതെ എവിടേക്കോ പോകാൻ വേണ്ടി എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണത്. പിന്നെ ഇത് ഇസുവിൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ ഉള്ളത്. അന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ പോണ സമയത്ത് രാവിലെ എടുത്ത വീഡിയോസും കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്നിട്ടുള്ളതും. ഇപ്പം ഇതിലെ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു മാറ്റങ്ങളാണെന്നറിയാം എല്ലാവർക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഇതേപോലെ എപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും ഞങ്ങളെ ഓരോ വളർച്ചയിലുള്ളത് ഇപ്പം എടുത്തിക്കണം കേട്ടോ. പക്ഷെ ആൽബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ആൽബം ഞങ്ങൾ വലുതായതിന് ശേഷം ഞങ്ങൾക്ക് ഒരു പരിധി വരുള്ളൂ കാണാൻ പറ്റിയത്. പിന്നെ അത് കളറൊക്കെ ആകെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരന്ന് പിന്നെ ഒന്നിനും പറ്റാതായി. ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടതാണ് കേട്ടോ. കാരണം വീണ്ടും ഞാനൊരു വൈക്ക് ഇങ്ങനെ ആക്കി വെച്ചതാണ് എഡിറ്റ് ചെയ്തിട്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആയിപ്പോയി. ഇതൊക്കെ ഞാൻ ഹെസമോളോട് സംസാരിക്കണതാണ് കേട്ടോ. മറ്റേത് അമ്മ സംസാരിക്കണതാണ്. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് പറയുമല്ലോ, ഒരു സമയത്തുള്ളതാണ് ഇതൊക്കെ. ഈ ഒരു വീഡിയോ ഹെസമോൾ നിൽക്കാൻ ആയ സമയത്തുള്ള വീഡിയോ കേട്ടോ. പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് ആ ഒരു സമയത്തുള്ള വീഡിയോസാണിത്. പിന്നെ ഹെസമോൾ ഇരുത്തി ഇസു ഓൻ്റെ സൈക്കിളിൽ ഓളെ കൊണ്ട് പോവലായി. പക്ഷേ ഹെസമോൾ അയക്കണുണ്ടായില്ല കേട്ടോ. ചില സമയത്തോള് പേടിച്ചിട്ട് കരയാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹെസുവിന് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഓളിരുത്തി കൊണ്ടുപോകും. പക്ഷേ ഹെസമോള് അവൾക്ക് പേടിയുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോക്ക് പിന്നെ ഏകദേശം രണ്ടാളും വലുതായി. പിന്നെ ഞങ്ങളടുത്ത പാർക്കിലൊക്കെ പോയ സമയത്തുള്ളതാട്ടോ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇത് കുറച്ച് സ്പീഡ് കൂടി അത് എഡിറ്റ് ചെയ്തപ്പോൾ ആയതാ. ഞങ്ങളടുത്ത് പാർക്ക് വന്നതുകൊണ്ട് തന്നെ അടുക്കും തലക്കൊക്കെ പോയിട്ട് പോവലുണ്ട് കേട്ടോ. ഫസ്റ്റ് തുടക്കത്തിൽ പോയിട്ടുള്ളൊരു ഫോട്ടോസാണിത്. പിന്നെ പോകുമ്പോഴൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും പഴയ പിന്നെ കാലത്തേക്ക് പോകുന്നു കേട്ടോ. ഞാനും ഇസും. മറ്റേത് വീഡിയോസ് ചെയ്യുന്നു, ഇനിയുള്ളത് ഫോട്ടോസാണ്. പിന്നെ ഹെസല്ല ആ സമയത്ത്. അപ്പോൾ ഞാനും ഇസും ഏത് സമയവും ഇതന്നെയായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കുക. അനിയത്തിയും ഉണ്ടാവും കേട്ടോ. ഓൻ്റെ കൂടെ എപ്പോഴും അനിയത്തി ഉണ്ടാവും. അന്ന് രണ്ടാളും ഒരു ഫ്രണ്ട്സിൻ്റെ പോലെ രണ്ടാളും ഒരുമിച്ച് എന്തൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം രണ്ടാളും കിരിയും പാമ്പും പോലെയാണ്, അനിയത്തിയും ഇസുവിൻ്റെ ഫോട്ടോസ് ഇതൊന്നല്ല കേട്ടോ. അത് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചുള്ളൂ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട്. കാരണം ഒരുപാട് ഫോട്ടോസ് ഉണ്ടോ എൻ്റെത്. പിന്നെ എൻ്റെ ഫോണിൽ മാത്രമുള്ളൂ ഉണ്ടാവുക അനിയന്മാരതും അനിയത്തിൻ്റെ ഒക്കെ. ഓലെന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓലെ ചെറുപ്പത്തോൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഓൾക്ക് ഞാൻ അപ്പം സെൻഡ് ചെയ്ത് കൊടുക്കലാണ് ഓലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ. പിന്നെ ഇതിലൊക്കെ വലുതായ ഫോട്ടോസും കാര്യങ്ങളാട്ടോ. അപ്പം
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതന്നെയെന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എങ്ങാനും ഞാൻ പഠിച്ചാനൊന്ന് പോയി. പിന്നെ അല്ലാത്ത പക്ഷമൊക്കെ വീട്ടിലിരിക്കുക, എവിടേക്കെങ്കിലും പോയാൽ പോയി, ഇല്ലെങ്കിലും അല്ലെങ്കിലും പിന്നെ ഫോട്ടോസ് എടുക്കുക, വെറുതെ ആണെങ്കിലും ഒക്കെ എടുക്കട്ടോ. പിന്നെ ഐഫോൺ കിട്ടിയതിന് ശേഷം പ്രത്യേകിച്ച് നല്ല നല്ല ഫോട്ടോസ് എടുക്കണം എന്നുള്ളൊരു ഇഷ്ടം കൂടുതലായി. അപ്പോഴും ഫോട്ടോസും വീഡിയോസും തന്നെ. ഇതൊക്കെ കൂടുതൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഉള്ളതൊന്നല്ല കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിക്കണ്. അതിൽ ചിലത് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഉണ്ടാവും, അല്ലാത്തത് ആ ഒരു സമയത്ത് വെറുതെ മാറ്റിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത സമയമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇസുവിനെ സ്കൂളിൽ ചേർത്ത സമയം കേട്ടോ. അപ്പോൾ ഓണത്തിന് അന്ന് സ്കൂളിൽ ഓണപരിപാടി ഉണ്ടായില്ല, അപ്പോൾ വീട്ടിൽ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസാണത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഏകദേശം വലുതായി സ്കൂളിലും മദ്രസയിലൊക്കെ പോകാനായ സമയത്തുള്ളതാട്ടോ. സ്കൂളിൽ പോയപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ചേഞ്ച് ആക്കണതാണ്. പിന്നെ സ്കൂൾക്ക് കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നു കുറച്ച്, ആ ഒരു സമയത്തുള്ള ഫോട്ടോസ് ഇതിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഓന് സ്കൂളിൽ പോയപ്പെടുത്തതാണ്. ഇതൊരു കല്യാണത്തിന് പോയപ്പെടുത്തതാണ്. ഇതൊൻ്റെ ബർത്ത്ഡേക്ക് ഉള്ളതാണ്. പിന്നെ ഇനി വരുന്നതും ഓൻ്റെ ബർത്ത്ഡേക്ക് ഉള്ളതാട്ടോ. ഈ ഒരു സമയത്താണ് ഇസുവിൻ്റെ ഈ ഒരു ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ഞാൻ അറിയണം കേട്ടോ. നെക്സ്റ്റ് ഡേ പിന്നെ ഇത് പെരുന്നാൾക്ക് ഉമ്മാൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അത്. പിന്നെ ഇസുവിനെ മദ്രസിൽ നിന്ന് ഇവിടുന്ന് ചേർത്തിട്ടോ. എൻ്റെ വീട്ടിലാണ് നിന്നിരുന്നു ഞാൻ. അതേപോലെ സ്കൂൾക്ക് ഇവിടുന്ന് പോകലായി. പിന്നെ ഇത് സൈക്കിള് രണ്ടാൾക്കും ഒരുമിച്ചിട്ടാണ് മേടിച്ചത്, മിന്നുവിനും ഇസുവിനും. പിന്നെ ഹെസമോള് പ്രസവിച്ചിട്ടുള്ള ഫോട്ടോസാട്ടോ ഇനി കാണുന്നത്. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ഇസുവിനും വയ്യാതായി. അപ്പോൾ ഓനൊന്ന് മാറ്റി നിർത്തേണ്ടി വന്നിട്ടോ. കാരണം ഓന് തീരെ വയ്യാതായി. എനിക്കും വയ്യ, ഹെസനെ നോക്കും വേണം, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇസു ചെറുതായിട്ടൊന്ന് മാറ്റി നിർത്തേണ്ടി വന്നിരുന്നു ഓനെ. ഈ ഫോട്ടോസൊക്കെ പിന്നെ ഹെസനെ കുളിപ്പിച്ച് കഴിഞ്ഞ് പൗഡറും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനും ഇസു സ്കൂൾക്കും പോയിട്ടുണ്ടാവും. അതാണ് ഇസുവിനെ കാണാത്തത്. അപ്പോൾ ഹെസനെ മാറ്റി കൊടുത്തിട്ടുള്ള ഫോട്ടോസ് ഇട്ടതൊക്കെ. പിന്നെ ഇത് ഇസുവിൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്തുള്ളതാണ്. അപ്പോൾ ഇസു സ്കൂളിൽ വന്നതിന് ശേഷം അവൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ രണ്ടാളെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടത്. പിന്നെ ഇത് ഹെസമോള് ഇരിക്കാനൊക്കെ ആയ സമയത്ത് ഉള്ളതാണ്. പിന്നെ ഈ ഒരു ഫോട്ടോ ഞങ്ങൾ എവിടേക്കോ പോയ സമയത്ത് എടുത്താട്ടോ, ഇതൊരു സ്ഥലത്തേക്ക്. പിന്നെ ഹെസമോളിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേൻ്റെതാണ് ഈ ഒരു ഫോട്ടോസ് കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തോ ഒരു സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു. ഇത് വീണ്ടും ഇസുവിൻ്റെ ബർത്ത്ഡേ. ഇതൊരു പെരുന്നാൾക്കുള്ളതാട്ടോ. ഇതൊക്കെ പെരുന്നാൾക്കുള്ളതാണ്. ഈ ഒരു ഫോട്ടോ പിന്നെ കുറച്ച് വലുതായിട്ടുള്ളത് തന്നെ കേട്ടോ. ഹെസയും ഇസും രണ്ടാളും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും പിന്നെ എൻ്റെ ഫോണിലുണ്ട് കേട്ടോ. മറ്റേതൊക്കെ അറിഞ്ഞാൽ വേറൊരു ഫോണിൽ നിന്ന് എടുത്തതാണ് ഞാൻ. കൂടുതൽ യേസുവിൻ്റെ ചെറുപ്പത്തെയും ഹെസൻ്റെതൊക്കെ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കുറേയൊക്കെ പഴയ തന്നെ കേട്ടോ. ഞങ്ങളിപ്പോൾ എങ്ങനെയാണോ ആ ഒരു രൂപത്തിലുള്ള ഫോട്ടോസും വീഡിയോസുമാണ്. സത്യം പറഞ്ഞാൽ ഇതിന് മുന്നുള്ള ഇപ്പോൾ ഈ കണ്ട ഫോട്ടോസും വീഡിയോസും തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ആകെയുള്ളൊരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ. എനിക്കെപ്പോഴും എടുത്ത് കാണാനും പിന്നെ ഓർമ്മകളൊക്കെ അടിപൊളിയായിട്ടുള്ള ഓരോ ഫോട്ടോസും വീഡിയോസും തന്നെ കേട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് എൻ്റെ താഴെയുള്ള ആൾക്കാരതും എൻ്റെതും കുറേ എൻ്റെ അമ്മയും ഇപ്പയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അതെനിക്ക് ഞങ്ങളൊന്ന് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്തം വെച്ച സമയത്ത് കാണാൻ നോക്കിയപ്പോഴത്തേന് ഞാൻ പറഞ്ഞില്ല അതാകെ പരന്നിക്കണെന്ന്. എനിക്ക് ഇവരതെങ്കിലും അങ്ങനെ സൂക്ഷിച്ച് വെക്കണം. ഇവർ വലുതായി കഴിഞ്ഞാലും അവർക്ക് അറിയാൻ പറ്റണം ഓലെ ഫോട്ടോസും വീഡിയോസും ആണിത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റണ വിധത്തിലൊക്കെ ഞാൻ ഓലെ ഫോട്ടോസും വീഡിയോസും എടുക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഞങ്ങളിപ്പോൾ എങ്ങനെയാണോ ആ രൂപത്തിലുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ.